വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഈവനിങ് വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം കുറച്ച് വൈകി 3:30 ആയിട്ടുണ്ട്. സോ നമുക്ക് ചെല്ലാം. അപ്പോൾ എന്തായാലും ബൈക്കിലാണ് പോകുന്നത്. പോയിട്ട് ബാക്കി വിശേഷം പറയാം. ബൈ. സോ ഇതങ്ങനെ പ്രീ പ്ലാൻഡ് അല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു മീറ്റപ്പ് ആയിരുന്നു കേട്ടോ. അപ്പം പപ്പ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ പപ്പ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ 10th പ്ലസ് 2 ഞാൻ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ 2 മണിയെന്നാണ് പറഞ്ഞത്. 2 മണിക്ക് എത്താൻ പറ്റുന്നത് അപ്പോഴത്തെ 3 മണി ഓർ 4 മണി അങ്ങനെ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ UP-LP സ്കൂൾ ഗ്രൗണ്ട് ഇതാണ്. ഇത്രയും വലിയൊരു ഗ്രൗണ്ടാണ്. ഇവിടെ സ്റ്റേഡിയം ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല വലിയ ഗ്രൗണ്ടാണ്. സോ കുറേ പേരൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ +2 പഠിച്ച കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ലീവിനനുസരിച്ച് ഓണം ലീവിന് വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയതാണ് കേട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ ഗേറ്റ് കേട്ടോ, അതായത് ഹൈസ്കൂൾ ഗേറ്റ്. പക്ഷെ അതിപ്പോൾ അടച്ചിട്ടിരിക്കുക. 2 ദിവസം മുമ്പാണ് ഓണം പരിപാടികളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വേറൊരു വഴി കൂടെയാണ് പോയത്. ഒക്കെ വളഞ്ഞ വഴി, കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഓണം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലീവിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് 2ാമത്തെ ദിവസമാണ് നമ്മൾ ഈ മീറ്റപ്പ് വയ്ക്കുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെ ആരും കാണത്തില്ല കേട്ടോ, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. സോ ഇതാണ് ഞങ്ങളുടെ ഗാന്ധി സ്റ്റാച്യു കേട്ടോ. നമ്മളിവിടെയൊക്കെ അസംബ്ലിയൊക്കെ നടത്താറുണ്ട്. ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്, സെൽഫിയൊക്കെ എടുക്കാൻ വരുന്ന സ്ഥലം. സോ ഞാൻ നോർമലി നമ്മൾ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനൊരു ഇതിലേക്ക് കിട്ടും. അല്ലാതെ വ്ളോഗിലും പോലും നമ്മളിവിടെ വന്ന് സ്കൂളൊന്നും എടുക്കത്തില്ലല്ലോ. പക്ഷേ അത്രയായിരുന്നു വിചാരിച്ചിരുന്നതെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മെമ്മറീസ് ആയിരുന്നു. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല ഞങ്ങൾ ചെന്ന ടൈമും അടിപൊളിയായിരുന്നു. നല്ലൊരു സൺഡേ ആ ഒരു റേസും നല്ലൊരു എൻവിറോൺമെൻ്റ് ആയിരുന്നു ആ സമയത്ത്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നേച്ചർ നല്ല അടിപൊളിയായിട്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ 10ാം ക്ലാസ്. പക്ഷേ ഓടൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അടിയൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ട്. അതേപോലെ തന്നെ ബെഞ്ചും ഡെസ്കും ഒക്കെ എന്തെല്ലോ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ 10ാം ക്ലാസ് ആയിരുന്നു അത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ആദ്യം വരുന്നത്. സോ ഇതിൽ കൂടെയൊക്കെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. മെമ്മറീസ് എല്ലാം ഇങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ കുറേ നേരം അതിൽ കൂടെയൊക്കെ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ പോർഷനാണ് ഈ ഒരു പോർഷൻ. ഞങ്ങൾ ഉള്ള സമയത്ത് ഇല്ലാത്ത ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആകെ അതിശയിച്ച് പോയി. ഈ ഒരു ബിൽഡിങ് ഇത് ഞങ്ങളുണ്ടായിരുന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ എപ്പോഴാണ് വന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും സംഭവം നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച നമ്മളുടെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഒരു മൈൻഡ് ആയിരിക്കില്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ ഞങ്ങളിങ്ങനെ എല്ലാം അയ്യോ അതെന്താന്നൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം അവിടെ കളഞ്ഞു കേട്ടോ. സംഭവം അവിടെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക അങ്ങനെയായിരുന്നു. കുറച്ച് പേരേ വന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് പേരെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ കുറേ വഴികൾ ബ്ലോക്ക് ആയിരുന്നു. ഇവിടെ മരമൊക്കെ വെട്ടിയിട്ടിട്ടും അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്ത് പോവുമായിരുന്നു. കാരണം ജസ്റ്റ് ഒന്ന് കാണാം. ഇനി എപ്പോഴാണ് ഇങ്ങനെ കാണാൻ പറ്റുകയെന്ന് അറിയില്ലല്ലോ. ഇപ്പം തന്നെ എല്ലാവരും എത്രമാത്രം ബിസിയാണ്. എല്ലാവരും അവരുടേതായ തിരക്കുകൾ, PG, ജോബ്, ചിലരൊക്കെ ജോബിന് ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഇനി വീണ്ടും റെസ്പോൺസിബിലിറ്റീസ് കൂടി വരികയല്ലേ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ബേബീസായി, കല്യാണം കഴിഞ്ഞു, ബേബീസായി, ചിലർ കല്യാണം കഴിയാൻ നിൽക്കുന്നു. സോ ഇതൊരു ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം റിസ്ക് എടുത്ത് ഞങ്ങൾ ഇടയിലുള്ള വഴി കൂടെയൊക്കെ പോയിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ +2ക്കാണ് കേട്ടോ പോകുന്നത്.
ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് മെയിൻ ഡോറുകളെല്ലാം ഗേറ്റ്സ് എല്ലാം പൂട്ടിക്കിടക്കായിരുന്നു. അതാണ് പ്രശ്നം ഉണ്ടായത്. സോ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പാറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയത് കേട്ടോ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെമ്മറി തന്നെ ഉണ്ടായത്. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് VHSയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ. ഇതാണ് ഞങ്ങളുടെ +2 കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് മെമ്മറീസ് ഇവിടെയുള്ളത്. +2 +1 +2 ഈ ഒരു പുതിയ ബിൽഡിങ്ങിലായിരുന്നു. ഞങ്ങൾ വന്ന ഇയറിലാണ് ഈ ഒരു ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സോ ഇതായിരുന്നു. ഇവിടെയും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബ്രിഡ്ജ് കണ്ടില്ലേ, 2 ബിൽഡിങ്ങിൻ്റെ ബ്രിഡ്ജ്, അത് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ നമുക്ക് ലാബാണ് അപ്പുറത്തെ ബിൽഡിങ്ങിൽ. അപ്പോൾ ഞങ്ങളൊക്കെ ആയിരുന്നപ്പോൾ പുറത്തിറങ്ങി സ്റ്റെപ്പ് കൂടെ പോയി അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടെ നല്ല എളുപ്പമാണ് ലാബ് പോകാൻ. സോ ഇപ്പോഴുള്ളവർക്ക് നല്ല കാര്യമായിരിക്കും. പിന്നെ ഹൈസ്കൂൾ പോലെയല്ല കേട്ടോ, +2 കൂടെ ഞങ്ങൾ ജസ്റ്റ് നടന്നപ്പോൾ വേറൊരു വൈബായിരുന്നു. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. റിസ്ക് എടുത്ത് ഞങ്ങൾ വന്നതും അതിന് വേണ്ടിയിട്ടാണ് സംഭവം. പിന്നെ ഈ ഒരു ഓണത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിരുന്നു. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള ഒരു ഓണത്തിൻ്റെ പൂക്കളാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. സോ അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പണ്ടത്തെ ഗ്രൗണ്ടിൻ്റെ അവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നായിരുന്നു കേട്ടോ. ഒരുവിധം കംപ്ലീറ്റ് ആയിരുന്നു, വരുന്നവരൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. ഒരാൾ എറണാകുളത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ ആളും കൂടി എത്തി, കംപ്ലീറ്റ് ആയി. പക്ഷേ ഞങ്ങളുടെ വർത്തമാനം കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് വർത്തമാനമായിരുന്നു കഴിയാതിരുന്നിരുന്നു. ഇപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ നേരം സംസാരിച്ചു. അങ്ങനെ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പോയി. പക്ഷെ എന്താ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാവർക്കും വീട്ടിലെത്തേണ്ട വേണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ബേബി, അവൾ കരയോ, അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അവരുടെ തിരക്ക്. അപ്പോൾ പെട്ടെന്ന് വീട്ടിലെത്താനുള്ളതായിരുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര വൈറലായിരുന്നു, ഫേമസ് ആയിരുന്നു. പീസ് ഓഫ് വാൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെല്ലാം ഉള്ള നമ്മുടെ സ്കൂൾ ഒരുപാട് പഴയ സ്കൂൾ. അപ്പോൾ അത് വിറ്റ്നസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂടിയുള്ള ഒരു പീസ് ഓഫ് വാൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത് തന്നെയുള്ള ഹോട്ടലാണ്, ഞങ്ങൾ നടന്നാണ് പോയത്. ജസ്റ്റ് എല്ലാവർക്കും നല്ല തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾ സിമ്പിളായിട്ടൊരു ഡ്രിങ്കിലങ്ങ് ഒതുക്കി. സോ അത്രയാണ് ഈ വ്ളോഗ്. ഞാൻ പഠിച്ച സ്കൂളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാനും കൂടിയുള്ള ഒരു സിമ്പിൾ വ്ളോഗാണ് കേട്ടോ. പ്ലസ് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം ഒന്നും കൂടി ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വേറൊരു വൈബായിരുന്നു. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്.